ആദ്യകാലത്ത് അതായത് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ IT എന്നൊരു വാക്ക് പോലും ഇല്ലായിരുന്നു. ഇലക്ട്രോണിക്സ് ഡാറ്റ പ്രോസസ്സിംഗ് EDP എന്നും പറഞ്ഞായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പല ഡിപ്പാർട്ട്മെൻറ്റുകളും കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയപ്പോൾ EDP ഇത് ഞാൻ പറയുന്നത് ഒരു 80കളിലൊക്കെ. 30 വർഷത്തിലധികം ഒരാളൊരു പ്രസ്ഥാനത്തിൽ ജോലി ചെയ്യാന്ന് പറയുന്നത്, അതിന്റെ ഭാഗമാവാന്ന് പറയുന്നത് എന്തൊരു എപ്പിക്കാണ് അല്ലേ. അങ്ങനെ ഒരാളാണ് ഇന്നത്തെ എൻ്റെ ഗസ്റ്റ്. ഒരു പ്രസ്ഥാനത്തിൻ്റെ അല്ല, കേരളത്തിലെ IT പ്രസ്ഥാനത്തിൻ്റെയും ജിയോജിത്ത് എന്ന പ്രസ്ഥാനത്തിൻ്റെയും വളർച്ചയുടെ ഭാഗമായ ഒരു IT എക്സ്പേർട്ടാണ് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. ജിയോജിത്ത് ഗ്രൂപ്പിന്റെ ഫോമർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബാലകൃഷ്ണൻ സർ. സർ, വെൽക്കം. താങ്ക് യു. നമ്മളുണ്ടല്ലോ, അതായത് ഇപ്പം ഞാനൊക്കെ എൻ്റെ മോളോട് പറയുമ്പോൾ നമ്മൾ പറയുന്നത്, അമ്മയൊക്കെ ഉണ്ടല്ലോ ഈ യൂട്യൂബൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് ഇത്രയും നമുക്ക് നെറ്റൊന്നും കിട്ടൂലായിരുന്നു, നിങ്ങൾക്കുള്ള പോലെ വൈഫൈയുടെ ഓപ്ഷനൊന്നും ഇല്ല, ഇതിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെയാ പറയാ. സാറിൻ്റെ കാലത്ത് IT അത് ചോദിച്ചാൽ എങ്ങനെയാ പറഞ്ഞുതരാം നമുക്ക്? വളരെ ആദ്യകാലത്ത് അതായത് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ IT എന്നൊരു വാക്ക് പോലും ഇല്ലായിരുന്നു. അന്ന് കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ഡാറ്റ പ്രോസസ്സിംഗ് EDP എന്നും പറഞ്ഞായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പല ഡിപ്പാർട്ട്മെൻറ്റുകളും കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയപ്പോൾ EDP ഇത് ഞാൻ പറയുന്നത് ഒരു 80കളിലൊക്കെ. പഠിക്കുന്ന സമയത്ത് ഇതെന്താണെന്ന് അറിയില്ല, ഇത് പറയാമോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ പോയത് തന്നെ ഒരു ആക്സിഡൻ്റലായിട്ടാണ്. ഞാൻ MSc മാത്തമാറ്റിക്സ് കഴിഞ്ഞിട്ടാണ് ഇത് പഠിക്കാൻ പോകുന്നത്. MSc മാത്തമാറ്റിക്സ് കഴിഞ്ഞാൽ കോളേജ് ലെക്ചർ ആകുക എന്നല്ലാതെ വേറെ പണിയൊന്നുമില്ല. അപ്പോൾ അതെനിക്കിഷ്ടമല്ലായിരുന്നു. അപ്പോൾ വേറെ എന്തെങ്കിലും പഠിക്കാമെന്ന് വെച്ചാൽ അന്ന് കേരള യൂണിവേഴ്സിറ്റിയുടെ 2ാമത്തെ ബാച്ച്, അന്ന് MCA ഇല്ല. MCA എന്നൊരു കോഴ്സ് കേരളത്തിൽ തുടങ്ങിയിട്ടില്ല. അത് തുടങ്ങിയ സമയത്ത് ഞങ്ങൾ PGക്ക് അവിടെ ജോയിൻ ചെയ്യുന്നു. എൻട്രൻസ് ഉണ്ടായിരുന്നു. എൻട്രൻസ് കിട്ടിയാണ് ജോയിൻ ചെയ്തത്. ആകെ 700 പേരെ എൻട്രൻസ് എഴുതിയിട്ടുള്ളത്, 28 സീറ്റ്. അങ്ങനെയാണ് എൻ്റെ തുടക്കം. അവിടെ ആദ്യത്തെ ക്ലാസ്സിൽ ചോദിച്ചത് കമ്പ്യൂട്ടർ കണ്ടിട്ടോ ഇല്ലാത്തവരെ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് വന്നു, ആരും കണ്ടിട്ടില്ല. അതായത് ഒരു 22-23 വയസ്സ് വരെ കമ്പ്യൂട്ടർ കണ്ടിട്ടില്ല. അവിടെ ചെന്നാണ് കാണുന്നത്. അതാണ് അന്നത്തെ കാലം. അപ്പോൾ ഇതുപോലെ പറയാനും യൂട്യൂബ് അങ്ങനെയുള്ള ഒരു കാര്യമില്ല, ഇൻ്റർനെറ്റേ ഇല്ല. നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. നെറ്റ്വർക്കിംഗ് പഠിക്കുന്നുണ്ടെന്നല്ലാതെ നെറ്റ്വർക്കിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ഒരു കുറച്ചുകൂടെ ഒരു 4-5 വർഷം കൂടെ കഴിഞ്ഞാണ് സംഭവിച്ചത്. അത് കേരളത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അന്നൊരു സാധ്യതയില്ലായിരുന്നു. അന്ന് കെൽട്രോണിലൊരു സൈബർനെറ്റിക്സ് ഡിവിഷൻ ഉണ്ടായിരുന്നു. FACTയുടെ ഫെഡോ കുറച്ച് കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കേരളത്തിൽ FACT എനിക്ക് തോന്നുന്ന കൊച്ചിൻ ഷിപ്പ് യാർഡും തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും ഒരു ജോലിക്കൊരു സ്കോപ്പില്ല. അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ വിട്ട് പോകാനുള്ള ചെന്നൈയിൽ, ബാംഗ്ലൂർ അല്ലെങ്കിൽ ഡൽഹി. ഞാനങ്ങനെ ഡൽഹിയിൽ NICയിൽ ജോലി കിട്ടി. ഞാൻ ഇവിടുന്ന് പോയി 95 വരെ അവിടെയായിരുന്നു. പക്ഷേ ഈ സമയങ്ങളിൽ ഇന്ത്യയിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നു. അതായത് ഒന്ന്, ഒരു ഓട്ടോമേഷൻ, ഗവൺമെൻറ് തലത്തിലൊരു ഓട്ടോമേഷൻ അന്നത്തെ സെൻട്രൽ ഗവൺമെൻറ്, രാജീവ് ഗാന്ധിയുടെ ഗവൺമെൻറ് ഒരു എൻകറേജ് ചെയ്തു. അങ്ങനെയാണ് NIC ഒക്കെ ഫോം ചെയ്യുന്നത്. അതുപോലെ ഏറ്റവും വലിയൊരു റെയിൽവേ റിസർവേഷൻ, അത് നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ അറിയത്തില്ല. നമുക്ക് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ, കേരളത്തിലോട്ട് വരണമെങ്കിൽ ഒരു 36 മണിക്കൂർ മുമ്പ് നമ്മൾ അവിടെ പോയി നിന്നാലേ ടിക്കറ്റൊക്കെ കിട്ടും. റിസർവേഷൻ കൗണ്ടറിൽ പോയി നിന്നാലേ റെയിൽവേ സ്റ്റേഷനിൽ. അതൊക്കെ മാറ്റിയിട്ട് അന്ന് സെൻറ്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം എന്നും പറഞ്ഞ് ക്രിസ് എന്നും പറഞ്ഞൊരു എൻറ്റിറ്റി ഉണ്ടായി. അതുപോലെ കമ്പ്യൂട്ടർ മെയിൻ്റനൻസ് കോർപ്പറേഷൻ, അത് പിന്നീട് TCS ടാറ്റ ഏറ്റെടുത്തു. അതൊക്കെ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവായിരുന്നു. അന്ന് ഗവൺമെൻറ് മോണോപ്പൊളിയാണ്. ഇതുപോലെ പ്രൈവറ്റ് എൻ്റർപ്രണർഷിപ്പിൽ ഇൻഫോസിസാണ് 1981 ഇൻഫോസിസാണ് അതിന് തുടക്കം കുറിക്കുന്നത്. അതിന് മുമ്പ് ചെറിയ കമ്പനികളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഒരു ഡെവലപ്മെൻറ്റും ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ 90s വേറൊരു സംഭവം കൂടെ നടന്നു. നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് നമ്മളെ ലിബറലൈസ് ചെയ്തു. അപ്പോഴത്തേക്ക് നമുക്ക് പുറത്തോട്ട് പോകാൻ പറ്റി. അവിടെ മുതലാണ് ഇന്ത്യയിലെ ഒരു കമ്പ്യൂട്ടറിനൊരു ഒരു സാധ്യത വന്നു തുടങ്ങി. അവിടെ മുതൽ ഇന്ന് വരെ നോക്കുമ്പോൾ നമ്മളൊരു വലിയ ഒരു ഗ്രോത്താണ്. ഇപ്പോൾ ഈ ബജറ്റിൻ്റെ എക്കണോമിക് സർവേ പറയുന്നത് 53.6% ഓഫ് GDP സർവീസസ്. അതില്ലാതെ തന്നെ
അതിൻ്റെ 20% എന്ന് പറയുന്നത് IT ആൻഡ് BPM ആണ്. നമ്മുടെ എക്സ്പോർട്ട് എടുക്കാമെങ്കിൽ സർവീസ് എക്സ്പോർട്ടിൻ്റെ 50% IT BPM എക്സ്പോർട്ടാണ്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് ഏതാണ്ട് $300 ബില്യൺ. അപ്പോൾ അതാണ് നമ്മുടെ ഗ്രോത്ത്. അപ്പം നമ്മൾ സീറോയിൽ നിന്ന് ഇത്രയും കാലം കൊണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ ഇപ്പം ചൈനയിലെ AI അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും ലാരിയാണ്. പക്ഷേ ഇത് ഒരുപാട് യങ്സ്റ്റേഴ്സിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് മാറി, പുതിയ ഡെവലപ്മെൻറ്റുകളുണ്ടായി. ഒരുപാട് നമുക്ക് കൊച്ചിയിൽ ഒരു 300-400 IT കമ്പനികളുണ്ട്. അവിടെ എല്ലാമായിട്ട് ഒരു കുറഞ്ഞത് 2-2.5 ലക്ഷം ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സാലറി അന്ന് ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ എങ്ങനെയാണെന്നറിയാം, സാലറിക്ക് ഒരു സ്കെയിലാണ് ഗവൺമെൻറ്റിൽ. ഇപ്പോൾ ഒരു സ്കെയിലിൽ 1-2 എന്നൊക്കെ പറയുന്നിടത്തോടെ കയറിയാൽ അവർ എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതനുസരിച്ച് ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ കമ്പനിയിൽ തന്നെ IT-കാർക്ക് കൂടുതൽ ശമ്പളം കിട്ടും. കാരണം അവരെ കിട്ടാനില്ല, കുറവാണ്. മറ്റ് അക്കൗണ്ടൻറ്റിന് കുറവായിരിക്കും. അന്ന് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു 200 രൂപ ടെക്നോളജി റീഡിങ് അലവൻസ് എന്ന് പറഞ്ഞൊരു 200 രൂപ കൂടുതൽ കിട്ടും. അത്രേ ഉള്ളൂ. 200 രൂപ വലിയ എമൗണ്ട് ആയിരുന്നു കേട്ടോ. ശരിയാ, അന്നത്തെ 200 അതായത് ഞാൻ 500 രൂപയ്ക്ക് എനിക്ക് സിംഗിൾ റൂം ഡൽഹി കിട്ടുമായിരുന്നു ഒരു മാസം, ഒരു ദിവസമല്ല കേട്ടോ. അങ്ങനെ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇന്ന് അതൊക്കെ മാറി. അപ്പോൾ അതനുസരിച്ച് ആളുകളുടെ ഇത് തുടങ്ങി, സ്പെൻഡിങ് ഹാബിറ്റ്, ലൈഫ് സ്റ്റൈൽ എല്ലാം മാറി. ബാംഗ്ലൂരൊക്കെ നോക്കിയ കോസ്മോപൊളിറ്റൻ കൾച്ചർ വന്നു, ഈറ്റിംഗ് ഹാബിറ്റ് മാറി, ഫുഡ് ഔട്ട്ലെറ്റ് മാറി, വീട്ടിൽ മനുഷ്യർ ഭക്ഷണം കഴിക്കാതായി. അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഐ.ടിയുടെ കോൺട്രിബ്യൂഷനാണ്. നമ്മൾ എല്ലാത്തിൻ്റെയും വളർച്ചയ്ക്ക് ആ വളർച്ചയുടെ മൈൽ സ്റ്റോൺസ് പറയുമല്ലോ. നമ്മുടെ നാട്ടിലെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ മൈൽ സ്റ്റോൺസ് ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ പറയാ സാർ? ഈ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൽക്കട്ടയിലാണ് ഇന്ത്യയിലെ ആദ്യം, അതായത് നമ്മുടെ ഫ്രീഡം ഒക്കെ കഴിഞ്ഞ് കമ്പ്യൂട്ടർ ഇമ്പോർട്ട് ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്യും. അതാണ് നമ്മുടെ ഇന്ത്യയിലെ ഹിസ്റ്ററിയിലെ ആദ്യത്തെ മൈൽ സ്റ്റോപ്പ്. അത് 1956-60 മുമ്പ് കണ്ടാണ്. കറക്റ്റ് ഇയർ ഞാൻ ഓർക്കുന്നില്ല, എന്നാലും ആ സമയത്താണ്. അത് കഴിഞ്ഞിട്ട് TIFR, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, ഇൻഡിജിനസ് ആയിട്ട് ഒരു മെയിൻ ഫ്രെയിം പോലെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കി. അത് നമ്മുടെ സ്വന്തം ഒരു ഡിസൈനായിരുന്നു. അതാണ് അടുത്ത സ്റ്റേജ് എന്ന്. അതൊരു വലിയ ഒരു ഇതായിരുന്നു. കാരണം ഇത് ഞാൻ പറയുന്നത് 1960-യുടെ എൻഡിലോട്ടൊക്കെ വരും ആ സമയത്ത്. പിന്നെ ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് IBM ഇന്ത്യയിൽ വന്നു. IBM അറിയാമല്ലോ, ലോകത്തെ തന്നെ കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു വലിയ അന്നത്തെ കാലത്ത്, ഇന്നിപ്പം അല്ല എങ്കിലും അതെ. IBM വരുന്നതും പോകുന്നതും ഇന്ത്യയുടെ IT-യിലെ 2 മൈൽ സ്റ്റോൺ. IBM വന്നു, IBM-നെ നമ്മളിവിടുന്ന് പറഞ്ഞു വിട്ടു. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയുടെ ആ കാലങ്ങളിൽ IBM-നെ ഇവിടുന്ന് പറഞ്ഞു വിടുന്ന ഒരു സമയമുണ്ട്. അതായത് അത് 90, അപ്പോൾ ഒരു 10 വർഷക്കാലം IBM ഇവിടെ ഒരു റെവല്യൂഷൻ. അങ്ങനെയാണ് പല കമ്പ്യൂട്ടറുകളിലൂടെ വരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഒരു 80s-ലാണ് ഒരു PC റെവല്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് കമ്പനികളുണ്ടായി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ HCL, വിപ്രോ, അന്ന് ECL, അങ്ങനെയൊക്കെയുള്ള കമ്പനികളൊക്കെ എമർജ് ചെയ്തു വന്നു. അപ്പോൾ ഇതൊരു അടുത്ത PC റെവല്യൂഷൻ. അതായത് ഈ മെയിൻ ഫ്രെയിം എന്ന് പറയുന്ന ഒരു സെൻട്രലൈസ്ഡ് കമ്പ്യൂട്ടിംഗ് ആണ്, വലിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അത് പതുക്കെ ഒരു ഡെസ്ക്ടോപ്പിലേക്ക് വരുന്നതാണ് ഈ PC റെവല്യൂഷൻ എന്ന് പറയുന്നത്. അതിനൊരു കാരണം മൈക്രോസോഫ്റ്റ് MS-DOS എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കി. സത്യം പറഞ്ഞാൽ IBM-ൻ്റെ PC-DOS ആണത്. അതെടുത്താണ് അവർ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുന്നത്. അതിലൂടെയാണ് അടുത്ത റെവല്യൂഷൻ ഉണ്ടാകുന്നത്. ഇത് കഴിഞ്ഞാൽ ഇങ്ങനെ ഡെസ്ക്ടോപ്പുകൾ ഉണ്ടെങ്കിലും ഇതൊന്നും കണക്റ്റഡ് ആയിരുന്നില്ല. അത് കഴിഞ്ഞാണ് LAN എന്ന് പറയുന്നത്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ഇത് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലൂടെയാണ് ചെറിയ ചെറിയ ഓർഗനൈസേഷൻ 2-3 കമ്പ്യൂട്ടർ പിയർ നെറ്റ്വർക്കിംഗ് എന്നാണ് അതിന് അങ്ങനെ ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ സെർവർ ബേസ്ഡ്, അതായത് അതിനെ വിളിക്കുന്നത് ടെക്നോളജിയിൽ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞൊരു അതായത് ക്ലയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസർ സൈഡിൽ നിന്നുകൊണ്ട് അപ്പുറത്ത് അതിൻ്റെ കമ്പ്യൂട്ടിംഗ് പവർ, അവിടെ വലിയ സ്റ്റോറേജുകൾ വന്നു. ഞാൻ ഒരു ഉദാഹരണം പറയാം. സ്റ്റോറേജ് ഒരു വലിയ മൈൽ സ്റ്റോണാണ്. കാരണം എന്താണെന്ന് പറയാം, ഈ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലായിരുന്നു. ഞങ്ങൾ പഠിക്കുമ്പോൾ ഒരു ഫ്ലോപ്പി ഡിസ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 360 KB.
ഓ 360K. അതാണ് ഒരു ഫ്ലോപ്പി ഡിസ്കിൽ നമുക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞ് 1 MB ഫ്ലോപ്പി ഡിസ്ക് ചെറുതായിട്ട് വന്നപ്പം വലിയൊരു സംഭവമായിരുന്നു. അതുപോലെ ഒരു വിഞ്ചസ്റ്റർ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് 5 MB ആണ്. 5 MB ഹാർഡ് ഡിസ്ക് അതൊക്കെയായിരുന്നു അന്നിറങ്ങിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്. 32 MB കൂടുതൽ ഫോർമാറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, അത്രേ ഉള്ളായിരുന്നു കപ്പാസിറ്റി. അപ്പോൾ ഡേറ്റ സ്റ്റോറേജ് വലിയൊരു റെവല്യൂഷനാണ്. അതൊരു വലിയ മൈൽ സ്റ്റോണാണ്. അത് ലോകത്തെല്ലായിടത്തും സംഭവിച്ചു. അതേ സമയത്ത് ഇന്ത്യയിലും അതെല്ലാം വരുന്നു. അതായത് സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ ബട്ട് ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടിംഗ് പവർ ഒന്ന് ഡെമോക്രറ്റൈസ് ചെയ്തു. സ്റ്റോറേജ് കപ്പാസിറ്റി കൂടി, കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാൻ തുടങ്ങി. അവിടെയാണ് അത് ആയപ്പോഴത്തേക്ക് 90s ആയപ്പോഴത്തേക്ക് ഈ സെർവർ ആർക്കിടെക്ചർ, കണക്റ്റഡ് ഡിവൈസസ് ഒക്കെ വന്നു. ഇൻ്റർനെറ്റ് വന്നില്ല. 2000 ആയപ്പോഴത്തേക്ക് ഇൻ്റർനെറ്റിലൊരു റെവല്യൂഷൻ ഉണ്ടായി. അത് ലോകത്തെല്ലാം സംഭവിച്ച പോലെ നമുക്കും ഉണ്ടായി. അതോടൊപ്പം വേറൊരു സംഭവം ലോകത്ത് നടന്നു. ഈ സെഞ്ച്വറി മാറിയപ്പം Y2K എന്ന് പറഞ്ഞാൽ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. Y2K എന്ന് പറഞ്ഞാൽ Y2K ഇയർ 2000. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ 2 ഡിജിറ്റിലാണ്. അതായത് ഇപ്പോൾ 29/5/1964 നമ്മൾ 64 എന്ന് എഴുതുന്നത്. ഈ 64 എന്ന് പറയുന്നത് 1964 ആണെന്ന് നമുക്കറിയാം. കമ്പ്യൂട്ടറിന് അങ്ങനെ ബോധമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് 2000 വരുമ്പം ഇത് നേരെ 1900 എന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യും. അതായത് 2000 എന്ന് വരില്ല. അതുപോലെ തന്നെ 2000 വേണം. അന്ന് എല്ലാവരും ഭയങ്കര Y2K വന്നപ്പോൾ ഇഷ്ടം പോലെ പ്രോഗ്രാമറെ വേണം. അപ്പോൾ ഇന്ത്യയായിരുന്നു അന്ന് ഏറ്റവും വലിയ സപ്ലയർ. അങ്ങനെയാണ് ഇന്ത്യയിലെ IT ഒരു വലിയ സർവീസ് സെക്ടറായത് ഭൂമിയെ Y2K. അതോടൊപ്പം പിന്നെ അപ്പോഴത്തേക്ക് നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്തു. 90s ഓപ്പൺ അപ്പ് ചെയ്തു. നമുക്ക് ഡോളർ ബില്ല് ചെയ്യാമെന്ന് വന്നു. ഡോളർ ഏണിംഗ് ഉണ്ടായി. ആളുകളുടെ സാലറി 2000 ശേഷമാണ് IT സാലറി കൂടുന്നതും ജോലി ഉണ്ടാകുന്നത് അതിന് ശേഷമാണ്. അതോടൊപ്പം തന്നെ അടുത്ത നമ്മുടെ ആ കാലങ്ങളിലാണ് നമുക്ക് മൊബൈല്, കോമ്പാക്റ്റ് ഡിവൈസ്, ലാപ്ടോപ്പ് ഒക്കെ മാർക്കറ്റിലേക്ക് വരും. അതിന് മുമ്പ് ഒരു PC എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ CRT, അതായത് വലിയ പിക്ചർ ട്യൂബ് നമുക്ക് എടുത്തു വെക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഭാരമുള്ള ഒരു സാധനമാണ്. ഇന്ന് ഇതെല്ലാം ലൈറ്റ് വെയിറ്റ് ആകുന്നതൊക്കെ ആ സമയങ്ങളിലാണ്. അപ്പോൾ അതാണ് അടുത്ത ഒരു ജനറേഷൻ. അതോടൊപ്പം തന്നെ 2008-2009 ഒക്കെ ആയപ്പോഴത്തേക്ക് മൊബൈലിൽ ഒരു റെവല്യൂഷൻ നടക്കുന്നു. സ്ക്രീനിൽ ഇൻറ്ററാക്റ്റീവ് സ്ക്രീൻസ് ഒക്കെ വരാൻ തുടങ്ങി. വേറെ ഒന്ന് ഡിസ്പ്ലേ CRTന്ന് LCD ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേയിലേക്ക് മാറ്റി. അത് പിന്നെ ഇപ്പോൾ LED ഡിസ്പ്ലേ. അങ്ങനെ ഡിസ്പ്ലേയിലൊരു വലിയ, അന്നും ഡിസ്പ്ലേ വരുമ്പോൾ ഓർക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല, ഇങ്ങനെ 8 എഴുതുന്ന പോലെ ആയിരുന്നു ഡിജിറ്റൽ. അതൊക്കെ ഇതുപോലെ സാധനമൊന്നും ഇല്ലായിരുന്നു. കളറില്ലായിരുന്നു, കളർ മോണിറ്ററൊന്നും ഇല്ലായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റിലേ നമുക്ക് കിട്ടുള്ളായിരുന്നു. അങ്ങനെയുള്ള ഇതെല്ലാം മാറി 2010 ആയപ്പോഴത്തേക്ക് ഒരു മൊബൈലിൻ്റെ അടുത്ത റെവല്യൂഷൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഈ ഡാറ്റ അനലിറ്റിക്സ്, ഹ്യൂജ് ഡാറ്റ നമുക്ക് പ്രോസസ് ചെയ്യാനുള്ള കപ്പാസിറ്റി വന്നു. അതാണ് ബിഗ് ഡാറ്റ അടുത്ത ഇത് വരുന്നത്. പിന്നെ അതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ, ഗ്രിഡ് കമ്പ്യൂട്ടിങ്, ക്ലൗഡ് കമ്പ്യൂട്ടിങ്, ഇങ്ങനെ ഒരു 15 മാസം കൂടുന്നതോറും IT ഈസ് വെൽ നോൺ ഫോർ ക്രിയേറ്റിംഗ് ന്യൂ മെത്തഡോളജി ആൻഡ് ഓൾസോ ഹൈപ്പ്. IT എന്ന് പറയുന്ന ഒരു ഹൈപ്പ് ബിസിനസ് കൂടാണ്. അപ്പോൾ ഇതിനകത്ത് ഹൈപ്പ് സൈക്കിളിൽ നമ്മൾ ട്രാവൽ ചെയ്യണം. ഈ IT പ്രൊഫഷണൽസിന് പറ്റുന്ന ഒരു പ്രോബ്ലം, പലപ്പോഴും ചിലർ ഈ പഠിത്തം നിർത്തും. അതായത് ഞാൻ ഇതിൻ്റെ ഉസ്താദാണെന്ന് വരുന്നിടത്ത് അവരുടെ അവസാനമാണ്. അതായത് പലർക്കും എനിക്കറിയാവുന്ന പലരും പറ്റിയത്, അവർ സ്റ്റാഗ്നേറ്റ് ചെയ്ത് പോകുന്നത് ഒരു ടെക്നോളജിയിൽ അവർ ബൈൻഡ് ചെയ്ത് നിൽക്കും. എന്നിട്ട് അതിൻ്റെ ആ അറിവിനെ വെച്ചിട്ട് അവർ കുറച്ച് നാൾ ക്യാപിറ്റലൈസ് ചെയ്യും. അത് കഴിയുമ്പം ആ ടെക്നോളജി പെട്ടെന്നായിരിക്കും ഡിസപ്പിയർ ചെയ്ത് അടുത്തതിനകത്തോട്ട് വരും. ആ മൈഗ്രേഷൻ നടത്താൻ പറ്റിയാലേ ഇതിൽ സസ്റ്റെയിൻ ചെയ്തു പോകാൻ പറ്റും. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊരു എഡ്യൂക്കേഷൻ പ്രോസസ്സ്, കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ്സ് ഉള്ളവർക്ക്, പ്ലസ് അണ്ടർസ്റ്റാൻഡിങ് അതർ ഡൊമൈൻ, ബിസിനസ് അല്ലെങ്കിൽ മറ്റു ഡൊമൈൻ മനസ്സിലാകാത്തവർക്ക് ഇതിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇവരുടെ ഈ പലപ്പോഴും ഇനിയിപ്പോൾ ഡെവലപ്പർ, പ്രോഗ്രാമർ, അവർക്ക് വലിയൊരു പ്രോഗ്രാം എഴുതാൻ ഇന്നിപ്പം AI ടൂളുണ്ട്. പക്ഷേ ഒരു ഡൊമൈൻ മനസ്സിലാക്കി അതിൻ്റെ ലോജിക്ക് പ്രോംപ്റ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ യു വിൽ സ്റ്റിൽ ഹാവ് എ ജോബ് ഓപ്പർച്യൂണിറ്റി. അതാണ് നമ്മൾ
ആ വ്യത്യാസം മനസ്സിലാക്കണം, വെറുതെ പഠിച്ചത്. ഇതാണ് ഇതിനകത്ത്. ഇതോടൊപ്പം ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് വന്നതും അങ്ങനെ തന്നെയാണ്. പലരും അതുപോലെ IT ആസ് എ ബിസിനസ്, അതിന് വേറൊരു ഇത് IT-യുടെ മാർക്കറ്റിംഗ് സെയിൽസ് എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ്. കാരണം ഒരു ആപ്പിൾ വിൽക്കാനോ അല്ലെങ്കിൽ ഫോൺ വിൽക്കാനോ ഐ ക്യാൻ ഷോ ഇറ്റ് കാണിച്ചു കൊടുക്കുക, ഇതാണ് പ്രോഡക്റ്റ്. ഇതൊരു കോൺസെപ്റ്റ് സെല്ലിങ്. അപ്പോൾ അതും ഒരു വലിയ ഒരു ഏരിയ ആണ്. അവിടെ ഒരു കോൺസെപ്റ്റ്, ഒരു CEO ലെവലിൽ ഇതൊരു മാസീവ് ഇൻവെസ്റ്റ്മെൻ്റ് ആയതുകൊണ്ട് അങ്ങനെയുള്ള ലെവലിൽ പോയി പറഞ്ഞ് മനസ്സിലാക്കി കോൺസെപ്റ്റ് സെല്ല് ചെയ്യുക എന്ന് പറയുന്നത് ഈസ് എ ഡിഫിക്കൽട്ട് ജോബ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഏരിയ ഉണ്ട് ഇതിന്. അതായത് ഇത് കോൺസെപ്റ്റലൈസ് ചെയ്യുക, ഡിസൈൻ ചെയ്യുക, പിന്നെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക, അത് ആൻഡ് ദെൻ കണ്ടിന്യൂസ്ലി അപ്ഡേറ്റഡ് ആയിട്ട് ചെയ്യുക. അതൊക്കെ അതിൻ്റെ ഒരു ഏരിയ ആണ്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ വന്ന് നിൽക്കുന്നതാണ് ഈ AI. ഇപ്പം ഇപ്പം ഇന്നലെ തന്നെ നമ്മുടെ കണ്ടില്ലേ, ഒരു യൂണിവേഴ്സിറ്റി എങ്ങാണ്ട് നിന്നൊക്കെ ഒരു സാധനം വന്ന് അസംബിൾ ചെയ്ത് കൊണ്ട് കാണിച്ചിട്ട് AI ആണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഹൈപ്പ്. ഇതിനകത്ത് കുറേ ജാടകളുണ്ടാവും. അതിനകത്ത് നല്ലതും കുറേ ഷോ ഓഫ് ഉണ്ടാവും, കുറേ ഷോ ഓഫ്. അതിന് നല്ലത് നോക്കി തിരഞ്ഞെടുക്കാന്നുള്ള വലിയ പരിപാടിയാണ്. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ സാർ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മുടെ IT-യുടെ ഒരു ബൂം വന്നപ്പോൾ IT പഠിച്ചവരും ഈ IT-ൽ വർക്ക് ചെയ്യുന്ന ആളുകളും ഇപ്പൊ കുറേ ഉണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 10 2 എന്തായാലും IT-ക്കാരാ, അങ്ങനെയുള്ളവരാണ്. പക്ഷെ ഇപ്പോൾ അവർക്കൊരു ടെൻഷൻ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ AI കുറേയൊക്കെ റീപ്ലേസ് ചെയ്തത് കൊണ്ട് ജോലി പോവും, അല്ലെങ്കിൽ ജോലിയിൽ റീപ്ലേസ്ഡ് ആവുന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. IT-ൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള, ഭയങ്കര പാഷനുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ IT ഫീൽഡിൽ സസ്റ്റെയിൻ ചെയ്തു പോകാനുള്ള വഴി എന്താ? ഈ ജോലി പോകുന്നുള്ള എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പണ്ട് IT-ൽ തന്നെ കോബോൾ പ്രോഗ്രാമേഴ്സ് പെട്ടെന്നായിരുന്നു കോബോൾ മാറി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മെയിൻ ഫ്രെയിമിൻ്റെ ലാംഗ്വേജ് കോബോളായിരുന്നു. അത് മാറിയിട്ട് ഈ PC വന്നപ്പോൾ അതൊന്നുമില്ല, ബേസിക്, പാസ്കൽ, ഫോർട്രാൻ എന്നൊക്കെ പറഞ്ഞ ലാംഗ്വേജ് ഇറങ്ങി വന്നു. അന്ന് ഈ കോബോൾ പ്രോഗ്രാമർ ഇത് തന്നെ അവർക്ക് പ്രശ്നമായിരുന്നു. അവർക്കിത് പഠിക്കാൻ പറ്റിയില്ല. പഠിച്ചവരൊക്കെ രക്ഷപ്പെട്ടു. ഇപ്പം ഞങ്ങളും പഠിച്ചത് കൂടുതലും കോബോളായിരുന്നു. പക്ഷേ ഞാൻ വന്നപ്പോഴത്തേക്ക് അത് പോയി C ലാംഗ്വേജ് ഇതായിരുന്നു. ഞങ്ങൾക്ക് അതും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ അതിനകത്തോട്ട് കയറിപ്പോയി. അതിന് റീസൺ എന്ന് പറയുന്നത് കമ്പ്യൂട്ടിംഗ് പവർ ആൻഡ് സ്റ്റോറേജ്. ഹ്യൂജ് കമ്പ്യൂട്ടിംഗ് പവർ ഓൺ യുവർ മൊബൈൽ ഫോൺ. എന്ത് പവറാണ് അത്! അങ്ങനെ ഇല്ലായിരുന്നു അത്. അതിൻ്റെ പ്രോസസ്സിങ് കപ്പാസിറ്റി, അതിൻ്റെ ഡേറ്റ സ്റ്റോറ്, ക്ലൗഡ് നേറ്റീവ് സ്റ്റോറ്, ഇതൊക്കെ കൂടെ വരുമ്പോൾ യു ക്യാൻ പ്രോസസ് ലോട്ട് ഓഫ് ഡേറ്റ. അതാണ് ഇതിൻ്റെ ഒരു പവർ വന്നത്. അത് വന്നപ്പോഴാണ് ഈ ഓപ്പർച്യൂണിറ്റി കൂടുതൽ വന്നത്. ഇവർക്ക് വരുന്ന കുഴപ്പമെന്ന് പറയുന്നത്, ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഐ നോ ലോജിക്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എ ഡൊമൈൻ, ഐ ഷുഡ് ലേൺ പ്രോംപ്റ്റ് എഞ്ചിനീയറിങ് തന്നെ പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ജോലിയുണ്ട്. ഇവിടെ അതിനാളില്ല ഇപ്പം. അപ്പോൾ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് IT-ക്ക് മാത്രമല്ല, ഇപ്പോൾ CAD എഞ്ചിനീയേഴ്സ്, അവർക്ക് ഇപ്പോൾ വരയ്ക്കണ്ട. യു ജസ്റ്റ് ഗീവ് ദ കോൺസെപ്റ്റ്, ഇറ്റ് വിൽ ഡ്രോ ദ ബേസിക് ഡ്രോയിങ്. അത് CAD AI വരുന്നുണ്ട്. ലീഗൽ ഇപ്പോൾ നമുക്ക് വലിയ ലീഗൽ ഡിക്ഷണറി വരുന്നുണ്ട്. അക്കൗണ്ടിങ്ങിനകത്ത് ബേസിക് അക്കൗണ്ടൻ്റൊക്കെ ഇപ്പോൾ സിസ്റ്റം ഓട്ടോമേറ്റിക്, റീകൺസിലിയേഷൻ, ഇതൊന്നും ആവശ്യമില്ല. ഇതെല്ലാം ഇങ്ങനെയുള്ള അപ്പോൾ അവിടെ എല്ലാം ഇത് IT മാത്രമല്ല, അതിൻ്റെ അലൈഡ് ഒരുപാടടുത്ത് ആളുകളിലൊക്കെ ജോലി മാറേണ്ടി വരും. അപ്പം നമ്മൾ എന്നും ഇവിടെ ജോലിക്ക് ഇതൊക്കെ പണ്ട് പോലെ നമ്മൾ പറയുന്നത്, IT വരുമ്പോൾ കുറേ ആളുകൾ ഇപ്പോൾ IT ആളിനെ കിട്ടാനില്ല, IT പ്രൊഫഷണൽസെ കിട്ടാനില്ല എന്നുള്ളൊരവസ്ഥ വരെ വന്നു. അത് ഇന്ന് പറഞ്ഞ പോലെ ഇപ്പോഴത്തെ പ്രോബ്ലം എന്താ? കറക്റ്റ് AI പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സ്, മോഡൽസ് മനസ്സിലാക്കുന്നവരെ കിട്ടാനില്ല. അവിടെ പഠിച്ചാൽ അവർക്ക് ഓപ്പർച്യൂണിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ഒന്ന് തന്നെ. അതായത് എവിടെയായാലും ഞാൻ എൻ്റെ ടെക്നോളജിയാണ് ലോകത്തിലെ ഫൈനൽ ടെക്നോളജി എന്ന് വിചാരിക്കുന്നിടത്ത് യു വിൽ ഫൈനലി എൻഡ് ദെയർ. അതേ ഉള്ളൂ കുഴപ്പം. ഓഹരി വിപണിയിലെ നിക്ഷേപം വിപണിയിലെ നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും കൃത്യമായി വായിച്ചു ഉറപ്പുവരുത്തേണ്ടതാണ്.